നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് എപ്പോഴും ചർച്ചാ വിഷയമാണ്. പാലക്കാട് പുറത്തു നിന്നൊരാൾ തൽക്കാലം വരേണ്ടതില്ല. പാലക്കാട് കോൺഗ്രസിന് മത്സരിക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥി പാലക്കാട് തന്നെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് തങ്കപ്പനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നൊരു DCC പ്രസിഡന്റായ തങ്കപ്പനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരണമോ ഇനി ബൽറാം ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഇരിക്കുമ്പോഴാണ് പാലക്കാട് തന്നെ ഫ്ലക്സുകൾ ഉയരുന്നത്. മറ്റാരും വേണ്ട, രാഹുൽ മതിയെന്നും സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പൻ എന്തിനാണ് പാലക്കാട് നിൽക്കുന്നതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ. DCC ഓഫീസ് പരിസരത്താണ് തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പന് സീറ്റ് നൽകരുത് എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും ഉയർത്തിയിരുന്നു. ഇക്കാര്യം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. DCC പ്രസിഡന്റിനെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് പോസ്റ്ററുകളിൽ ഉള്ളത്. സാധാരണ വെള്ളപ്പേപ്പറിൽ പേന കൊണ്ടാണ് ഇവ എഴുതിയിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ തങ്കപ്പനെതിരെ വലിയ രീതിയിൽ വിമർശനവും സൈബർ ആക്രമണവും നടന്നു വരികയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. പാലക്കാട് വീണ്ടും മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കരുക്കൾ നീക്കുന്നതിനിടയിലാണ് തങ്കപ്പൻ മത്സരിക്കണമെന്ന നിലപാടിൽ ജില്ലാ കോൺഗ്രസ് മുന്നോട്ട് വന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാർക്ക് മത്സരിക്കാൻ അനുമതി നൽകിയേക്കില്ല എന്നാണ് സൂചന. MPമാർ മത്സരിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം അടക്കം പരിഗണിച്ചാണ് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് AICC എത്തിച്ചേർന്നത് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഷാഫിയും പാലക്കാട് ഉണ്ടാകില്ല. ചില MPമാർ ഹൈക്കമാൻഡിനെ മത്സരസന്നദ്ധ അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് കളം ഒരുങ്ങിയെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പ്. ദില്ലിയിൽ ഇരിക്കേണ്ട കേരളത്തിൽ കളം പിടിക്കാമെന്ന കോൺഗ്രസ് MPമാർ പലർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് സാധ്യത കുറവെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. MPമാർ ഈ സ്ഥാനം വിട്ട് MLAമാരാകാൻ ശ്രമിക്കുന്നത് എതിരാളികൾ പ്രചാരണ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. MPമാർ MLA സ്ഥാനം ലക്ഷ്യമിട്ടിറങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രണ്ടോ MPമാർക്ക് ഇളവ് നൽകിയാൽ കൂടുതൽ പേർ അവകാശവാദം ഉന്നയിക്കാനും തർക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. മത്സരിച്ചവർ കൂട്ടത്തോടെ ജയിച്ചു വന്നാൽ ഒരു മിനി ലോകസഭാ തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന സ്ഥിതിയും ഉണ്ടാകും. പകരം സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്ന തലവേദന വേറെയും ഉണ്ടാകും. അതിനാലാണ് MPമാരായി തന്നെ ഇരുന്നാൽ ഈ തലവേദന ഒന്നും ഉണ്ടാകില്ല എന്ന വാദം ശക്തിപ്പെടുന്നത്.